ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡിടെക് ഓഡീസിൻ്റെ 300 വാട്ട് RMS വരുന്ന ഒരു 6 ട്രാൻസിസ്റ്റർ ബോർഡാണ്. ഇതാണ് ആ ബോർഡ്. ഈ ബോർഡ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കുമാറിൻ്റെ 6 ട്രാൻസിസ്റ്റർ ബോർഡാണ്. അതേ സെയിം മോഡലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ബോർഡാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മിക്ക ആംപ്ലിഫയറിലും ഈ ബോർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിതൊരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. ഞാനിതിൽ കൊടുക്കുന്ന സപ്ലൈ എന്ന് പറയുമ്പോൾ 45045 AC ആണ് ഞാനിത് കൊടുക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം 65 വോൾട്ടാണ്. അത് DC ആണ്. നമുക്ക് ഒരു 45 ട്രാൻസ്ഫോമർ കൊടുത്താൽ മതിയാവും. ഒരു 8 ആംപിയർ മുതൽ 10 ആംപിയർ ആ റേഞ്ചിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട് കിട്ടുന്ന ഒരു ബോർഡാണ്. ഇതിൽ കമ്പോണൻസ് ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഒക്കെ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനായിട്ട് ഇവിടെ നെഗറ്റീവ് സപ്ലൈ, ഇവിടെ പോസിറ്റീവ്. ഈ സപ്ലൈയുടെ അടുത്ത് 2 ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്, ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. എൻ്റെ ഗ്രൗണ്ട് വരുന്നത് ഇവിടെയാണ്. സ്പീക്കറിൻ്റെ ഗ്രൗണ്ട് ഇത്. സ്പീക്കറിൻ്റെ പോസിറ്റീവ് വരുന്നത് ഇവിടെയാണ്. ഇതിനെല്ലാത്തിനും ഓരോ ക്ലിപ്പും കൂടെ അവർ തരുന്നുണ്ട്. ഇത് ബോർഡിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ക്ലിപ്പ്. ഇതിൽ നമുക്ക് വയർ വെച്ച് ക്ലിപ്പ് ചെയ്ത് ഇത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഇൻപുട്ടാണ്. ഇൻപുട്ട് കൊടുക്കാണ്ടെടുത്ത് അവർ അതുപോലെ ഒരു ചെറിയൊരു വയർ ഇട്ടിട്ടുണ്ട്. അതിൽ ഗ്രൗണ്ടും പോസിറ്റീവും മാർക്കും. ഈ പോസിറ്റീവ് എന്നിരിക്കുന്നിടത്താണ് നമ്മൾ സിഗ്നൽ കൊടുക്കേണ്ടത്. ഇത് നമുക്ക് അതിൻ്റെ നെഗറ്റീവാണ്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിൽ അത്യാവശ്യം നല്ലൊരു ബോർഡ് തന്നെയാണിത്. നല്ലൊരു ഹീറ്റ് സിങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു 5.1 ആംപ്ലിഫയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചാനൽ എടുക്കാനായിട്ടാണ്. 5.2 ആണ്. അപ്പോൾ അതിൻ്റെ 2 സബിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബോർഡ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ വരുന്നത് എക്സ്ട്രീം 400 എന്നാണ്. ഇത് 300 വാട്ട് RMS ആണ് ഈ ബോർഡ് വരുന്നത്. നമ്മൾ ഈ പറയുന്ന വാട്ട്സ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഒരുപാട് കുമാർ ഓഡീസിൻ്റെ ബോർഡാണ് നല്ലത്, ഇത് കൊള്ളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇടയ്ക്ക് ഞാൻ 2-3 ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴും ആളുകൾ പറഞ്ഞു ഈ ബോർഡ് കൊള്ളില്ല, ഡിടെക്കിൻ്റെ പ്രോഡക്റ്റ്സ് അത്ര പോരാ, കുമാറിൻ്റെ ബോർഡ് കൊള്ളാം, അങ്ങനെ കുറേ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ യൂസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഈ ബോർഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് ഇന്നേ വരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. നല്ല ക്വാളിറ്റിയുണ്ട്. ഇപ്പോൾ കുമാറിൻ്റെ ബോർഡാണെങ്കിൽ നമുക്ക് സർവീസ് ചെയ്യാൻ കുറച്ച് പാടാണ്. മറ്റേ ഈ ബോർഡ് നമുക്ക് എന്ത് കംപ്ലയിൻ്റ് വന്നാലും നമുക്ക് തന്നെ സർവീസ്. ഇപ്പോൾ എനിക്ക് ആയിരുന്നാലും ഇടയ്ക്ക് ഒരു ആംപ്ലിഫയർ ഇതുപോലെ വാട്ട്സ് കുറഞ്ഞ സബ് കൊടുത്ത് കത്തിപ്പോയിട്ടൊരു ബോർഡ് വന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണ് റിപ്പയർ ചെയ്തത്. നമുക്ക് തന്നെ റിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഒരു ചിപ്പുണ്ട്. ഈ ചിപ്പിനെ പറ്റിയാണ് എല്ലാവരും പറയുന്നത്. അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ ചിപ്പിനാണ് കംപ്ലയിൻ്റ് ഉണ്ടെന്നെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ചിപ്പ് നമുക്ക് തരും. നമുക്കിപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആണെന്ന് ഉറപ്പാണെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതുപോലത്തെ ഒരു സാധനം ഇതുപോലെ തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് കംപ്ലയിൻ്റ് ഇതല്ലായിരുന്നു. എന്നാലും ഞാനിത് പറഞ്ഞപ്പോൾ അവർ എനിക്ക് തന്നു. ഞാൻ കൊണ്ടുവച്ച് നോക്കിയപ്പം അതിൻ്റെ കംപ്ലയിൻ്റ് അല്ലായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ബാക്കി ഈ ഡ്രൈവർ ട്രാൻസിസ്റ്ററുകളൊക്കെ മാറിയിട്ടപ്പോൾ സംഭവം ശരിയായി. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സർവീസ് ചെയ്യാനൊക്കെ പറ്റുന്ന ബോർഡാണ്. കുമാറിൻ്റെതാണ് കുറച്ച് പാടാണ് സർവീസിനൊക്കെ. കാരണം ഒരുപാട് SMD കമ്പോണൻസ് ഉണ്ട്. അത് ഫോൾട്ട് ഫൈൻഡിങ് കുറച്ച് റിസ്ക്കാണ്. സർവീസ് ചെയ്യാൻ പറ്റില്ല, നല്ല പറ്റും, അറിയുന്നവർക്ക് പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഏത് ബോർഡ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ റെക്കമെൻഡ് ചെയ്യുന്ന പവർ സപ്ലൈ കൊടുത്ത് നല്ല രീതിയിൽ അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ഫിൽറ്റർ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ബോർഡിനെ കുറിച്ച് മാത്രമാണ്. ഇനി ഇതിൻ്റെ 5 ചാനൽ ബോർഡുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ സബിൻ്റെ ഫിൽറ്റർ, സ്റ്റാൻഡ് ബൈ, അങ്ങനെ ഒരുപാട് ബോർഡുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവ്യൂ ഉടനെ ഇടുന്നതാണ്. ഇപ്പോൾ ഞാനൊരു 5.2 ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. ഇമ്രാനിക്സിൻ്റെ റിമോട്ട് കിറ്റ് വെച്ചു. അപ്പോൾ അതിൻ്റെ ഇമ്രാനിക്സിൻ്റെ റിമോട്ട് കിറ്റിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ വർക്കിംഗ് വീഡിയോ നമ്മളിപ്പോൾ ആംപ്ലിഫയർ ചെയ്തിട്ട് അതിൻ്റെ ഏതൊക്കെ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചൊരു ടെസ്റ്റിംഗ് വീഡിയോ ഇടുന്നതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് ആളുകൾ ഒരുപാട് പേര് നമുക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ മുഴുവനും കാണാതെയാണ് നമുക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നത്. അവർ വിളിച്ചിട്ട് ആദ്യം കേൾക്കുന്ന ആംപ്ലിഫയറിൻ്റെ വിലയും കാര്യങ്ങൾ. ഞാൻ എന്ത് പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരത് വീഡിയോ കാണാതെ വിളിച്ചിട്ട് എന്താണ് വില കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്, എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളും, ചുമ്മാ നമുക്ക് സമയം മെനക്കേടാണ്. ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ട് വില ചോദിക്കുന്നു, അപ്പോഴവർ പറയും കൂടുതലാണ് വില, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമുക്കിപ്പം വിളിച്ചിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടിട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വർക്കുകളുണ്ട്. യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ ശേഷം എനിക്കിപ്പോൾ ഏകദേശം ഈ ഓണത്തിന് കൊടുക്കാനായിട്ട് ഒരു 6-7 വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ തിരക്കിൽ നിൽക്കുമ്പോഴായിരിക്കും ഇതുപോലത്തെ കോളുകളൊക്കെ വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. ഞാൻ എല്ലാ മെസ്സേജിന് റിപ്ലൈ തരുന്നതാണ്.
അപ്പോൾ പറയുന്നത് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, ഫുള്ള് കണ്ടിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും അതിൻ്റെ പ്രൈസ് പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസ് നിങ്ങൾ കണ്ടിട്ട് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക. അതുപോലെ എനിക്ക് സ്പെയർ പാർട്സും സെയിലില്ല. ഞാനിപ്പോൾ ഈ ബോർഡ് കാര്യങ്ങളൊക്കെ എൻ്റെ ആവശ്യത്തിന് എടുക്കുന്നതാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. പക്ഷേ ഈ ബോർഡിൽ എനിക്ക് സെയിലില്ല. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് DTech ഓഡിയനെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യുന്ന ടീംസ് ഉണ്ട്. അതായത് നമുക്കിപ്പം ബാലരാമപുരത്ത് ലൈഫ് ലോങ് ഇലക്ട്രോണിക്സ്, പിന്നെ നേറ്റിങ്ങിലെ BNB, ഇങ്ങനെ 2-3 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഈ ബോർഡുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ള ഈ കടകളിൽ പോവുക. കാരണം എനിക്ക് സെയിലില്ല, എനിക്ക് ആംപ്ലിഫയർ അസംബ്ലിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ എന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആംപ്ലിഫയർ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അസംബിൾ ചെയ്ത് തരാം. അല്ലാതെ ഈ സ്പെയറിൻ്റെ വിലകൾ കാരണം ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ബോർഡാണെങ്കിൽ ഏകദേശം 1800-2000 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. കുമാറിൻ്റെ ബോർഡിനെക്കാളും വില കുറവാണ്. ഇപ്പോൾ ഓരോ കടയിൽ ഓരോ വിലയാണ്, അതുകൊണ്ട് ഞാൻ കൃത്യം വില പറയാത്തത്. ഈ ഒരു റേഞ്ചിലേക്കാണ് എൻ്റെ വില വരുന്നത്. 1600, 1800 ആ റേഞ്ചിനകത്തൊക്കെ നിൽക്കും. ഓരോ കടയിലും ഓരോ വിലയാണ്, അതുകൊണ്ട് ഞാൻ കറക്റ്റ് വില ഞാൻ പറയാത്തത്. അപ്പോൾ ഈ ബോർഡ് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം തോന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു JBL സബ് ആണെങ്കിലോ 300 വാട്ട് RMS വരുന്ന സബ് ഏതിനും ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നത്തില്ല. നിങ്ങൾ കുമാറിൻ്റെ ബോർഡ് കൊള്ളാം, ഇത് കൊള്ളില്ല, അങ്ങനെയൊന്നും നിങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ നേരെ ഉപയോഗിക്കണം. കാരണം ഇതിന് പറയുന്ന പവർ സപ്ലൈ കൊടുത്ത്, ഇതിന് നല്ലൊരു ഫിൽറ്ററൊക്കെ കൊടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിച്ച് നോക്കാവുന്നതാണ്. നല്ല കോമ്പാക്റ്റ് സൈസാണ്. നമുക്ക് ക്യാബിനിലാണെങ്കിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. അതിൽ ഇവിടെ കിഡ്സിങ്ങിൽ ഇവിടെ 2 സ്ക്രൂവിന് വേണ്ടിയിട്ടുള്ളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്, ഉണ്ടല്ലേ. ഞാനും കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ക്യാബിനിൽ ഇതുപോലെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് 2 ബോർഡ്. നമുക്കിപ്പോൾ ഓരോ ക്യാബിനിലും ഓരോ ബോർഡിൽ അറേഞ്ച് ചെയ്യുമ്പോൾ സ്പേസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഞാൻ മിക്കതും ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്തു തരുന്നത്. 2 ബോർഡിലും വെച്ചിട്ട് ഇവിടെ ഒരു 5 ചാനൽ ഒരു ആറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നേ ഒരു ബോർഡ് ഉപയോഗിച്ചിട്ട് എനിക്കൊരു കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ബോർഡ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ഞാനിപ്പോൾ DTechൻ്റെ ബോർഡുകൾ മാത്രമല്ല, ഞാൻ ബാക്കി ഒരുപാട് ബ്രാൻഡിലെ ബോർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് റിവ്യൂ ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എൻ്റെ കയ്യിലുള്ള ബോർഡുകളാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ SD ഓഡിയോടെക്കിൻ്റെ ബോർഡ്, അതുപോലെ യൂണിവേഴ്സൽ ഓഡിയോസ്, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. ഇവരെ ബോർഡുകളൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് DTechൻ്റെ ബോർഡായതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആംപ്ലിഫയർ ചെയ്യാൻ വരുന്നവർക്ക് ഏത് ബോർഡ് വേണമെന്ന് പറയുന്നതനുസരിച്ചാണ് നമ്മൾ ബോർഡ് എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിനല്ല. അപ്പോൾ നമുക്ക് അവർ ഏത് ബോർഡ് വേണമെന്ന് അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇതിൻ്റെ ഓരോരോ ബോർഡിലെ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ബോർഡ് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഏത് ബോർഡ് വേണോ നിങ്ങൾക്ക് ഏത് ബോർഡ് ആവശ്യമുണ്ടോ അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ മിക്ക നമ്മുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് DTech ആണ്. അതാണ് ഞാൻ കൂടുതൽ ഈ ബോർഡ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇന്ന ഒരു കംപ്ലയിൻറ്റ് തോന്നിയിട്ടുമില്ല. എനിക്ക് കാരണം നമുക്കിവിടെ അടുത്താണ്. എൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം കാട്ടാക്കടയാണ്. ഇത് DTechൻ്റെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രം നമ്മളെ ഇവിടെയാണ് വരുന്നത്, നെയ്യാറ്റിൻകര പെരിങ്കടവളയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അടുത്താണ്, ഏകദേശം ഇവിടെ നിന്നൊരു 10 കിലോമീറ്റർ താഴെയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സർവീസ് ആണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കൂടുതൽ ഇവരെ ബോർഡിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. കാരണം നമുക്കിപ്പം വേറെ സ്ഥലത്ത് ഇപ്പോൾ തമിഴ്നാടെന്നൊക്കെ ഒരു ബോർഡ് എടുത്തിട്ട് ഇതിന് കംപ്ലയിൻറ്റ് വന്നിട്ട് നമുക്ക് റിപ്പയറിന് പിന്നെ അവരെ വിളിച്ച് അവർ സമ്മതിക്കുക അങ്ങനെയൊക്കെ വരും. മറ്റേ ഇതാകുമ്പോൾ നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സർവീസ് എളുപ്പമാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ബോർഡുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരു ബോർഡിനെ ഞാൻ മോശമായിട്ട് പറയുകയല്ല. ഇപ്പോൾ ഈ ബോർഡ് കൊള്ളാമെന്നുള്ള ബോർഡ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. താല്പര്യമുള്ള എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.